ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷിനു. ഞാനിന്ന് ചെയ്യുന്നത് ഐഷർ 1080 ടിപ്പറിൻ്റെ എൻജിൻ വർക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ ഈ എൻജിൻ വർക്കിൻ്റെ വീഡിയോ കുറേ പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇന്ന് ചെയ്യുന്നത് സിലിണ്ടർ ലൈനർ എങ്ങനെ വണ്ടിയിൽ നിന്ന് അഴിച്ചു മാറ്റാം, അല്ലെങ്കിൽ സിലിണ്ടർ ലൈനർ എങ്ങനെയാണ് വണ്ടിയിൽ നിന്ന് ഇളക്കി മാറ്റുന്നതെന്നാണ് കാണിക്കുന്നത്. ഈ കാണുന്നതാണ് ലൈനർ. ഇപ്പോൾ വണ്ടിയുടെ സിലിണ്ടർ ഹെഡ് അഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ സിലിണ്ടറിൻ്റെ ബ്ലോക്ക് കാണാൻ പറ്റും. 4 സിലിണ്ടറുള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൽ ധാരാളം ഓട്ടോമോട്ടീവ് എൻജിൻ റിലേറ്റഡ് ആയിട്ടും അല്ലാതെയുമായിട്ടുള്ള ഓട്ടോമോട്ടീവ് വീഡിയോസ് ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. ഒരു വലിയ ചിസിൽ ഉപയോഗിച്ച് ഈ സിലിണ്ടർ ലൈനറിൻ്റെ മേലത്തെ ഭാഗത്ത് ചെറിയൊരു പഞ്ച് കൊടുക്കുക. പിന്നെ ഇതിൽ കാണുന്നത് പോലെ ചെറിയ ഒരു നീളമുള്ള ടൈപ്പ് ഒരു ചിസിൽ ഉപയോഗിച്ച്, ഒരു ഹാമർ ഉപയോഗിച്ച് മേലത്തെ ഭാഗത്തുനിന്ന് താഴേക്ക് മെല്ലെ അടിക്കുക. ഇതുപോലെ അടിക്കുക, താഴോളം അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ ആ ലൈനറിന് നേരെ ഒരു ചെറിയ കട്ടിങ് പോലെ താഴോട്ടേക്ക് പോകും. കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലൈനർ പൊട്ടി ചുരുങ്ങി ചെറുതായി അതിനകത്തേക്ക് വരും. പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും. ഈ കാണുന്നതാണ് ലൈനർ. ഈ ഉൾഭാഗത്താണ് ഈ പിസ്റ്റൺ താഴോട്ടും മേലോട്ടും മൂവ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ലൈനേഴ്സും ഇതുപോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എളുപ്പത്തിൽ ഇതുപോലെ അടിച്ച് പൊട്ടിച്ച് ഇളക്കി മാറ്റാൻ പറ്റും. വേറെ വലിയൊരു ടൂളിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പം വണ്ടി എൻജിൻ്റെ ബ്ലോക്ക് വണ്ടിയിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ടില്ല, ഹെഡ് മാത്രമേ അഴിച്ചിട്ടുള്ളൂ. പിസ്റ്റൺ റിങ് പൊട്ടിയ ഒരു വണ്ടിയാണിത്. പിസ്റ്റൺ റിങ് പൊട്ടി സിലിണ്ടർ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ലൈനർ മാറ്റാം. ഈ ക്രാക്ക് നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ് ഈ കാണുന്നത്. ഈ ക്രാക്ക് പോലെ ഈ നീളത്തിൽ ഇങ്ങനെ ക്രാക്കായിട്ട് കാണുന്നത് കട്ട് ചെയ്ത ഭാഗമാണ്. ഈ 4 എണ്ണമാണ് സിലിണ്ടർ ലൈനർ. ഇപ്പോൾ ഈ സിലിണ്ടർ ലൈനർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണുന്ന സിലിണ്ടർ ബ്ലോക്കാണ്. ഇതിപ്പം ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അഴിച്ചെടുത്തിരിക്കുന്നത് ഫ്യൂൽ ഇഞ്ചക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ, പിസ്റ്റൺ ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും അടുത്ത വരുന്ന പോർഷനിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.